ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണല്ലോ എൽ ടു എമ്പുരാൻ. സിനിമ നാളെയാണ് വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാരും ആവേശത്തോടെയാണ് സിനിമയുടെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ റിലീസിന് മുന്നേ എന്തെല്ലാം റെക്കോർഡുകൾ എൽ ടു എമ്പുരാൻ തൂക്കിയടിച്ചു എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് വരുന്നത് ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ വിജയ് നായകനായി എത്തിയ ലിയോ എന്ന മൂവിയാണല്ലോ. ഒരു അന്യഭാഷ മൂവിയാണ് മലയാളത്തിൽ ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മൂവി എന്ന് പറയുമ്പോൾ നമുക്കും കൂടിയാണ് അതിൻ്റെ ഒരു നാണക്കേട്. ഇപ്പോൾ ഇതാ വിജയ് നായകനായി എത്തിയ സിനിമയുടെ കളക്ഷൻ റെക്കോർഡും എൽ ടു എമ്പുരാൻ മറികടന്നിരിക്കുന്നു. 12 കോടിയോളമാണ് സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ. വെറും പ്രീസെയിൽ കളക്ഷനിലൂടെ മാത്രമാണ് ഈ 12 കോടി എന്ന ഈ മാന്ത്രിക സംഖ്യ എൽ ടു എമ്പുരാൻ നേടിയിരിക്കുന്നത്. കാത്തിരിക്കാം ഫസ്റ്റ് ഡേ കളക്ഷൻ, കേരള കളക്ഷൻ ഏതറ്റം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടി. അതേപോലെ തന്നെ ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ അത് ലാലേട്ടൻ്റെ തന്നെ ഒരു സിനിമയായ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന മൂവിയായിരുന്നു. ഏകദേശം 20 കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ. ഇപ്പോൾ ഇതാ പ്രീസെയിൽ കളക്ഷൻ മാത്രം എൽ ടു എമ്പുരാൻ 50 കോടി കടന്നിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ കളക്ഷനായിട്ട് ഏതറ്റം വരെ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതേപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണല്ലോ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ വേൾഡ് വൈഡ് ആയിട്ട്. ഏകദേശം 243 കോടിയാണ് അന്ന് സിനിമ കളക്ഷൻ നേടിയത്. എൽ ടു എമ്പുരാന് പോസിറ്റീവാണ് എന്നുണ്ടെങ്കിൽ ഏതറ്റം വരെ സിനിമയുടെ കളക്ഷൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. എങ്ങനെ പോയാലും സിനിമ 300 കോടി മറികടക്കുമെന്ന് ഉറപ്പാണ്. സിനിമയുടെ ഹെവി പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ 500 കോടിയോളം സിനിമയ്ക്ക് നിസ്സാരമായിട്ട് മറികടക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം നാളെ തിയേറ്ററുകളിലേക്ക് എത്തി എല്ലാ റെക്കോർഡുകളും വാരിയെടുക്കുന്ന എൽ ടു എമ്പുരാന് വേണ്ടി. എല്ലാ കൂട്ടുകാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.